ഉമ്മനെ താരാ ഇങ്ങനെ ഇറങ്ങി വന്നേ, വന്ന് നിക്കണ ആരെന്ന് നോക്ക്. വാ വാ കണ്ടോ? ഞാൻ പറയുമ്പോഴേ കണ്ടു കൊടുക്കാവേ. മാമന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരെന്നറിയാമോ? വേലുത്തമ്പി തവള. മഴയല്ലടാ കാണും. എന്തോന്ന് വേലിക്കമ്പിൽ തവള? എന്തിനാ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. മാമനെ ഒന്നും പറയല്ലേ. മാമന്റെ കയ്യിലാണ് സ്കോച്ച് ഇരിക്കുന്നത്. അത് ശരി. ചിട്ടയുള്ള തറവാട്ടിലെ അവസാനത്തെ കണ്ണിയാ. സ്കോച്ചിന്റെ കൂടെ പറ്റിയ സാധനം കേട്ടോ. എന്തോന്ന്? ചുട്ട കരിവാടിന്റെ കണ്ണ്. അയ്യോ അതല്ലെന്ന്. ചിട്ടയുള്ള ഇല്ലത്തെ തറവാടിയാ. ആരാത്? ഞാൻ തന്നെ നമ്മെ പരിചയപ്പെടുത്താം. പ്രശസ്ത നാടകനടൻ കൊല്ലം തുളസി. അങ്ങനെയാണെങ്കിൽ കായംകുളം പൂച്ചടി. പൂച്ചടിയാ? നിനക്ക് തുളസി പറയാൻ പൂച്ചടിയും പറയാം. അതെന്താ എങ്ങനെ അവരെ പറ്റ എന്ന് പറയാം? നാടക നടനാണെന്ന്. എന്തേ എന്റെ ഒളിച്ചും പാത്തും കാണാൻ വന്നില്ല? ഒളിച്ചും പാത്തും കാണാൻ വരെ നീ എന്റെ കള്ളപ്പെണ്ടാട്ടിയൊന്നും അല്ലല്ലേ? അതല്ലെന്ന്, എന്റെ ഒളിച്ചും പാത്ത് നാടകം കാണാൻ വേദിയിൽ കണ്ടില്ല എന്ന് പറയുമായിരുന്നു. നാടകം? അതെ അതെ. നാടക നടൻ? അതെ. നാടകമൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, നാടകങ്ങളെല്ലാം കൂടെ എടുത്ത് കെട്ടിലങ്ങ് ചാടി. നാടകത്തിൽ അഭിനയിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇദ്ദേഹം വിളിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വരെ എത്തിയത്. അല്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇങ്ങോട്ട് വരിക. ഓ അത് ശരി. അങ്ങോട്ട് മൊത്തം വരിക്ക, ഇങ്ങോട്ട് കൂഴ. അല്ല വരിക്കച്ചക്ക ആ ഭാഗത്താണോ? നല്ലത്. പിന്നെ ഇങ്ങോട്ട് വരിക. ഓ അങ്ങോട്ട് വരിക. മറ്റേ കൊച്ചിന്റെ കാര്യം ചോദിക്കൂ. എന്തോ? എന്നെ ഇതുവരെ നടത്തിയ കൊച്ചിന്റെ കാര്യം ചോദിക്കൂ. പെറ്റന്റെ കാര്യം ചോദിക്കൂ. വേലിക്കുട്ടി മാമ, പുള്ളിക്ക് കോച്ച്. കോച്ചോ? അവിടെ നിക്ക. എന്തൊരു മനുഷ്യനല്ലേ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ ഇത്രയും സംസാരിച്ചെങ്കിലും പച്ചപ്പാതിരക്ക് വന്ന് ചോദിച്ച ഉടനെ എടുത്തോണ്ട് വരാൻ വലിയ കുപ്പിയില. പക്ഷെ വേറൊരു കേസ്, കട്ടയ്ക്ക് ഒരു പെഗ് ഞാൻ ആദ്യം അടിക്കും. എനിക്കൊരു 20 തരണേ. 20 നിനക്ക് ഞാൻ 30 തരും. പോരെ? വേദി കേറില്ല. ഞാൻ ഇന്ന് വേദിയിൽ കേറില്ല. ആരെയൊന്നും അഡ്വാൻസ് മേടിച്ച് മുങ്ങില്ല. എന്തോ മാമ കാണിക്കരുത്. പിന്നെ കോച്ചെന്ന് പറഞ്ഞ് ഞാൻ തൈലിട്ട് തടവിതല്ലേ മാമ. ഇത് സീരിയലിലെ ആളാ. അല്ല സീരിയലിലെ ആളാ. കൊട്ടൻ ചുക്കാതി തൈലം എല്ലാം കൂടെ കൈ കൊണ്ട് കേറ്റിട്ട് പിന്നെ നമ്മളെ മാമൻ ഇത്തിരി കഴിവുള്ള ആളാ. കഴിവേതെല്ലാം കൂടെ എടുത്ത് വെയിലത്തിടാൻ പറ. എന്തോന്ന്? സ്കോച്ച് ചോദിക്കണ്ട. അയ്യോ അതല്ലെന്ന്. കഴിവെന്ന് പറഞ്ഞാലേ മാമി മർവാണിയിലൊക്കെ ആളാ. പിന്നെ ഭയങ്കര ചിട്ടയാ. പ്രത്യേകിച്ച് ആഹാര രീതിയില്. രാവിലെ ഏറ്റ് 2 കാല് പൊരിച്ച് തിന്നു. മാമൻ പിടിക്കും, ഞാൻ ആട്ടിനെ കറക്കും. അതിൽ നിന്ന് കിട്ടുന്ന പാലുണ്ടെങ്കിൽ ചായ കുടിക്കും, ഇല്ലെങ്കിൽ കട്ട കാപ്പി കുടിക്കും. പിന്നെ ഈ വരുന്ന 12-ാം തീയതിയാ മാമന്റെ കുമ്മനം. കുമ്മനോ? തമ്മനം. പാല ഉൾപ്പെടെ കക്ഷി മേടിച്ചു. അയ്യോ അതല്ലല്ലോ. മറ്റേ നമ്മളിങ്ങനെ പിറന്ന് വരുമ്പോഴും മറ്റേ നമ്മളെ പിള്ളേരെ ജന്മദിനം പറഞ്ഞ സ്ഥാനം. അന്നേ പാവപ്പെട്ട കുട്ടികൾക്ക് മാമൻ പാചകം ചെയ്തു കൊടുക്കും. ആഹാരം ആരും അറിയാതെ ഉണ്ടാക്കി കൊടുക്കും. മാമന് ഭയങ്കര നിർബന്ധമാണ്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുതെന്ന്. ആരാ പാചകം? മാമനല്ലേ? മാമൻ തന്നെ. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയും. ഞാൻ അറിഞ്ഞതാ. അല്ല താങ്കൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? എല്ലാരും കല്യാണം കഴിച്ചിട്ടല്ലേ ടിണ്ടോ? നിങ്ങളും കല്യാണം കഴിച്ചിട്ടല്ലേ ടിണ്ടോ? പിന്നെ അതെന്തോ ചോദ്യം അത്? അതെ മാമൻ പറഞ്ഞതേ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന്. ടിണ്ടല്ലോ. ഉണ്ടോ? അല്ല അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ കുട്ടികൾ ടിണ്ടോ? മൊത്തത്തിൽ എത്ര മക്കൾ ടിണ്ടോ? 3 ടിണ്ടോ. 3 മക്കളുണ്ടാ? എന്റെ മൂത്ത മകൻ ജനിക്കുന്ന വേദി എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതെന്ത്? വേദിയിൽ ഞാൻ നിന്ന് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ്. പൊരിക്കല്ലോ, നിന്ന് പുഴുങ്ങായിരുന്നല്ലോ. ഒരു കോള്. ഞാൻ ഫോൺ എടുത്തു. എനിക്ക് മൂത്ത മകൻ ജനിച്ചു. മുഴുവിക്കാൻ നിന്നില്ല നാടകം. ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞ്. നാടകം മൊത്തം കളിക്കാത്ത നന്നായി. അതെന്താ? അല്ലെങ്കിൽ ആ കൊച്ചു തന്തയില്ലാത്തവനായി പോകൂലേ? നമ്മക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം, ഈ നിൽക്കുന്ന മാമൻ ഇവിടെ അല്ലറ ചില്ലറ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. വേറെ പരിപാടി എന്ന് പറയുമ്പോ കുട്ടികളെ എഴുത്തിനിരുത്തും. എല്ലാരും എഴുത്തിനിരുത്തുന്ന നടക്കല്ല മാമ എഴുത്തിനിരുത്തുന്നത്. മാമൻ ഈ അരിയിൽ സ്വർണം വെച്ചിട്ടാ എഴുത്തിനിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇളയ മകനുണ്ട്. അദ്ദേഹത്തെ ഒന്ന് എഴുത്തിനിരുത്താൻ പറ്റുമോ? പറ്റും മാമ. പറ്റും. സാമ്പത്തികമായിട്ട് ടൈറ്റാ ഞാൻ. അരി കൊണ്ടുവരോ? ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായിട്ട് ടൈറ്റ് ഉണ്ട്. അരി നമ്മൾ അങ്ങോട്ട് തരാം. അരി മാമൻ തരുവേ. സ്വർണം ഞാൻ പറഞ്ഞില്ലായിരുന്നു സാമ്പത്തികമായിട്ടൊരു ടൈറ്റ് ഉണ്ട്. സ്വർണം ഞാൻ അങ്ങോട്ട് തരാം.
അപ്പൊ കുഞ്ഞിനെ കുഞ്ഞുണ്ട്. നന്നായി, അല്ലെങ്കിൽ അതും കൂടി മാമന്റെ പിടയ്ക്കകത്തിരുന്നാനായിരുന്നു. പിന്നെ അല്ലാതെ പിന്നെ നമ്മക്ക് ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ ഒരു അവസ്ഥയാ. ഞാനും മാമനും മാത്രമേ ഉള്ളൂ. എന്ത് പറ്റി? നമ്മുടെ ഇല്ലത്തിന് ചുറ്റും മൊത്തം റബ്ബർ വിളയാണ്. ആണോ? അപ്പൊ അതിന്റെ ഒരു ശാപം, പരാഗണം എന്തോ പ്രശ്നം എന്നൊക്കെയാ ജോത്സ്യം പറയുന്നത്. റബ്ബർ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ റബ്ബർ മുറിച്ചു മാറ്റണം, എന്നിട്ട് റംബൂട്ടാൻ വെച്ചാ നല്ലത്. അപ്പൊ പരാഗണം നടക്കും. റംബൂട്ടാൻ ഉണ്ടായിരുന്നു, ആൺ റംബൂട്ടാനും ഉണ്ടായിരുന്നു, പെൺ റംബൂട്ടാനും ഉണ്ടായിരുന്നു. ഈ രാത്രി ആകുമ്പോ തണുപ്പടിക്കുമ്പോഴേ ആൺ റംബൂട്ടാൻ പെൺ റംബൂട്ടാന്റെ അടുത്തോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. ആ സമയത്ത് വേദിക്കുട്ടി മാമ ഇങ്ങനെ തലയിട്ട് ഉയർത്തിയിട്ട് പറയും, ഈ പ്രായം കഴിഞ്ഞാണേ നമ്മൾ വന്നത്, മര്യാദയ്ക്ക് വെക്കോ എന്ന് പറയുന്നതും ആൺ റംബൂട്ടാനും പെൺ റംബൂട്ടാനും അഴിക്ക് വഴിക്ക് അങ്ങ് പോകും. ഒരു കാര്യം ചെയ്യാത്തത്, ഈ 2 റംബൂട്ടാനും കൂടി ലോഡ്ജിലോ റൂം എടുത്തു കൊടുക്കാത്തത്. അതെന്തിന്? പരാഗണം നടന്നാലേ. എനിക്ക് പോണ സ്കോച്ച് ചോദിക്കടാ. സ്കോച്ച് തരാം. പിന്നെ ഇവിടെ ഇദ്ദേഹത്തിന് വേളിയില്ലേ? വേളിയുണ്ട്, പക്ഷെ വേളി വെളിക്കിറങ്ങില്ല. എങ്ങനാ വെളിക്കിറങ്ങില്ല വേളി? എത്ര ദിവസം വരെ പിടിച്ചു നിൽക്കും? അയ്യോ, സ്വന്തക്കാരൊക്കെ പറയുമ്പോ ഇല്ലത്തിന് വിളിക്കിറങ്ങുമെന്ന്. സ്വന്തക്കാര് വരുമ്പം വിളിക്കിറങ്ങുമല്ലോ. ദൈവമേ, എന്നും സ്വന്തക്കാര് വരണേ. ഇല്ലാത്തൊരവസ്ഥയാ. ഞാൻ എത്ര വേദികളിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ വിളിക്ക് കഷ്ടം. പിന്നെ സ്കോച്ച് സ്കോച്ച് വേണോ? ഇപ്പം വേണം, സ്കോച്ച് വേണം. സ്കോച്ച് അല്ലെങ്കിൽ എന്തുണ്ട് മാമ? പറ. നമുക്ക് പെരട്ടായാലോ? അവിടെ നിൽക്കാ, ദാ വരുന്നു. സ്കോച്ചില്ല, പെരട്ടായാലോ? പെരട്ടോ? പിന്നെ മാമന്റെ പെരട്ടൂടെ സൂപ്പർ അല്ലേ? അപ്പൊ ആദ്യം ഭക്ഷണമല്ലേ, അത് കഴിഞ്ഞ് മതി പെരട്ട്. അതാണ് നല്ലത്. അത് നല്ല രസമായിരിക്കും. പിന്നെ കുഞ്ഞൂട്ടാ, എന്നാ പെരട്ടി തുടങ്ങിയാലോ? വന്ദേ മുകുന്ദ ഹരേ ജയ സൗരേ സന്താപതാപ മുരാരേ. പെരട്ട് 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 പെരട്ടിക്കോ പെരട്ടിക്കോ. നിന്റെ ഇതാണ് പെരട്ട്. ഇതാണ് പെരട്ട്. ഇവിടുന്ന് ഒരു ഓട്ടോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഓട്ടോ കിട്ടത്തില്ല, നീ രാവിലെ ഇവിടുന്ന് ബസ് ഉള്ളൂ. നേരം വെളുത്ത്. നേരം വെളുത്ത് ഇത്രയും സമയമായി. നീ പറഞ്ഞ സ്കോച്ചും പെരട്ടും എവിടെയാടാ? എന്തോന്ന്? സ്കോച്ചും പെരട്ടും എവിടെയാടാ? നേരത്തെ മാമൻ കോച്ച് തന്നായിരുന്നാ, ഇപ്പം പെരട്ട് കാണിച്ചു തന്നാനാ. ഇത് പോരെ? ഇതാണ് സ്കോച്ചും പെരട്ടും. പിന്നെ എന്തിനാ നീ ആ ഉത്സവപ്പറമ്പിൽ എന്നെ ഇവിടെ വിളിച്ചോണ്ടുവന്നത്? സംഭവം എന്തിനാണെന്ന് അറിയോ? ഇല്ല. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്ത്? രാത്രി ഇറങ്ങി നടക്കാൻ. ഞാൻ നാടകം കഴിച്ചിട്ട് വന്നപ്പോ നിങ്ങൾ ആ നാടകത്തിന്റെ സ്റ്റേജിന്റെ പുറകിൽ നിൽക്കുന്നു. അപ്പം വീട് വരെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പെരട്ടും ചിക്കനൊക്കെ വീട്ടിൽ ഉണ്ടെന്ന്. വെറുതെ എന്റെ സമയം കളഞ്ഞല്ലോടാ. ഇന്ന് അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇന്ന് അവിടെ നമ്മളെ കലാഭവൻ പ്രചോദനന്റെ മെഗാഷോ ഉണ്ട്. അപ്പൊ പ്രചോദേട്ട ഇന്ന് ഇവിടെ പെരട്ട് തിന്നാൻ വേണ്ടി വന്ന് കിടന്ന് പെനയും. ഞാൻ വലിയ